നമ്മളെ കുഞ്ഞനിയന്മാരുണ്ടല്ലോ 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവരെൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ബിസിനസ്സൊക്കെ തുടങ്ങിയില്ല, ഞങ്ങൾക്ക് ഒരു ടിപ്സൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ പറയും. അപ്പം ഞാൻ പറയും, നിങ്ങൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോലിൻ്റെ സുഖമൊന്നും ബിസിനസ് ഇല്ലട്ടോ മക്കളെ, ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, അപ്പോൾ അതന്നെ ചെയ്തു പോയിക്കോ. അപ്പോൾ അവരെങ്ങനെ വിചാരിച്ചാലോ നിങ്ങളൊക്കെ തുടങ്ങി, ഞങ്ങൾ തുടങ്ങണേൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വിചാരിക്കാം, എന്തോ ആവട്ടെ. അപ്പം ഞാനിങ്ങനെ അവരോട് പറയും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എൻ്റെതൊക്കെ ഫ്രീ ആണ്. പിന്നെ ഇതൊക്കെ വളരെ ലഘുവായ കാര്യങ്ങളാണ്. പക്ഷെ സൂക്ഷിച്ച് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു ശരി തോന്നിയേക്കാം. ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഞാൻ ഇതിൽ പറയുന്നത് 4 തരം ആൾക്കാർ ബിസിനസ് തുടങ്ങാൻ പാടില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. ഇനി അങ്ങോട്ട് ഗോയിങ് ഫോർവേഡ് ഞാൻ വേറെ പലതും കൊണ്ടുവരാം. എങ്ങനത്തെ ആൾക്കാരാണ് ബിസിനസ് തുടങ്ങാൻ പാടില്ലാത്തത്, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കംഫോർട്ട് ഉദ്ദേശിച്ചിട്ടാണ് ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു, ഓഫീസിൽ പോകുന്നു, മുതലാളിൻ്റെ ചീത്ത കേൾക്കുന്നു, മാനേജറിൻ്റെ ചീത്ത കേൾക്കുന്നു, ഭയങ്കര ടെൻഷൻ, പ്രഷർ, എത്ര കാലം വെച്ചിട്ടാണ് ഇതിങ്ങനെ ഈ കംഫോർട്ട് നിൽക്കുക. ഈ കംഫോർട്ടൊന്ന് മാറി ഒരു കംഫോർട്ട് കിട്ടണം എന്ന ഉദ്ദേശത്തിൽ തുടങ്ങാൻ പറ്റിയൊരു സാധനമല്ല ബിസിനസ്. ബിസിനസ്സിൽ നിങ്ങൾക്ക് കംഫോർട്ട് കിട്ടൂല. അത് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ വരരുത് ബിസിനസ്സിൽ. രണ്ടാമത്തത് കമ്പാരിസണാണ്. പിന്നെ ഒരാൾ എന്നേക്കാൾ കഴിവില്ലാത്ത ഒരാളാണ്, ഓനൊക്കെ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ അവനൊക്കെ ഒരു ലൈഫ് നോക്കാം. അപ്പോൾ പിന്നെ എനിക്ക് തുടങ്ങിയാൽ എന്താ, അവൻ തുടങ്ങി, ഇവൻ തുടങ്ങി, മറ്റാൾ തുടങ്ങി, ആ കമ്പനി അങ്ങനെയായി, ഈ കമ്പനി എങ്ങനെയായി, എനിക്കും അങ്ങനെ തുടങ്ങണം. കമ്പാരിസൺ വെച്ചിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരാളെ കണ്ടിട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങരുത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല ബിസിനസ്. പിന്നത്തെ ഒരു കാര്യം, റെസ്പെക്ട്, ബ്രാഗിങ്, അതേപോലെ തന്നെ ഷോ ഓഫ്. ആൾക്കാരുടെ മുമ്പിലൊക്കെ ഒന്ന് ആളാവണം. എനിക്ക് കുറച്ച് കുടുംബക്കാരുണ്ട്, കുടുംബക്കാർ തെണ്ടികൾ, ഒരു നിലയും വലിയും തരുന്നില്ല. അവരുടെ മുമ്പിൽ ഞാൻ കാറിലങ്ങനെ ഇറങ്ങണം, എനിക്ക് കുറച്ച് നാട്ടുകാരുടെ മുമ്പിൽ ആളാവണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും തുടങ്ങാൻ പറ്റിയ ബിസിനസ് അല്ലട്ടോ മക്കളെ. തുടങ്ങി പോകരുത്. നാലാമത്തെ കാര്യം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ ഗോളുകൾ സെറ്റ് ചെയ്യാം. എനിക്കൊരു നോർമലി എല്ലാ ആൾക്കാരും പെങ്ങന്മാരെ കെട്ടിക്കണം, വീട് വെക്കണം, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ചില ആൾക്കാർ ലക്ഷറി കാറ് വാങ്ങണം. ഒരിക്കലും അങ്ങനെയുള്ള ഗോളുകൾ വെച്ചിട്ട്, പിന്നെ ഇതുപോലുള്ള ഗോളുകളൊന്നും വെച്ചിട്ടൊന്നും അത് ചെയ്യാൻ, അത് കിട്ടാൻ, ഇപ്പോഴത്തെ ജോലി വെച്ചിട്ട് എനിക്ക് അങ്ങനെ സാധനമൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ പിന്നെ ബിസിനസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള ബിസിനസ്, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നോക്ക്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. ഒരിക്കലും തുടങ്ങരുത്. നിങ്ങൾക്ക് പിന്നെ അത് വലിയ നഷ്ടത്തിലേക്ക് പറ്റും. ഇനി ഗോയിങ് ഫോർവേഡ് ആര് തുടങ്ങണം, എങ്ങനെയുള്ളവർ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ തോന്നുന്ന സമയത്ത് ഇങ്ങനെ വരില്ലേ. നമ്മുടെ ശ്രോതാക്കൾ വളരെ ലഘുവായ ആൾക്കാരാണ്, സാധാരണക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വലിയ വലിയ ബുദ്ധിജീവികളൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളും.